എന്തായാലും എനിക്ക് വരുന്ന മെസ്സേജസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ളവരെ കണ്ടിട്ട് പേടിയാവുന്നു, പിന്നെന്താ എനിക്ക് ക്ലാസ് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. നമ്മളൊന്ന് ബാക്കൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരാൻ ലക്ഷക്കണക്കിന് ആളുകളാണ്. മനസ്സിലാച്ചാൽ നമ്മുടെ പേരൻസിനോടെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേടാ. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിക്കുക കേട്ടോ, പരമാവധി. അതും അല്ലെങ്കിൽ എന്താ അതിനടുത്ത്, അതായത് ക്യാമ്പസിനടുത്ത് ഒരു വീടെടുത്ത് നിങ്ങളുടെ പേരൻറ്റുമായിട്ട് എങ്ങനെ നിൽക്കുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ അഹങ്കാരം വരാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. അതാണ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എനിക്ക് ഞാൻ യൂട്യൂബിൽ കമൻറ്റ്സ് മാത്രമേ കുറച്ച് ദിവസമായിട്ട് നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഇൻസ്റ്റയിൽ കുറച്ച് റിക്വസ്റ്റ്, ഏകദേശം ഭൂരിഭാഗം കുറേ പേരുടെ മെസ്സേജസ് ഞാൻ വായിച്ചു. അതിനകത്ത് ഒത്തിരി കമൻറ്റ്സ് വന്ന് കിടപ്പുണ്ട്. അതായത് നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അയക്കുന്ന മെസ്സേജസ് ആണ് ഭൂരിഭാഗവും. ഇപ്പം കുറേ സ്മാർട്ട് ഫോണൊക്കെ അലൗഡ് ആണല്ലോ. അതായത് കുറച്ച് ദിവസം കൂടെ, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ പെർമനൻ്റ് ആയിട്ട് അവർ മേടിച്ച് വെക്കത്തുള്ളൂ. പിന്നെ ചിലപ്പോൾ വീക്ക്ലി ട്വൈസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം എന്തായാലും എനിക്ക് വരുന്ന മെസ്സേജസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ളവരെ കണ്ടിട്ട് പേടിയാവുന്നു, പിന്നെന്താ എനിക്ക് ക്ലാസ് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഞാൻ ആദ്യമേ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലായിരുന്നോ. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ലൈഫിലെ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ 12th വരെ പഠിച്ചു വന്ന പോലെയോ ഒരു സമാധാനമുള്ളൊരു ലൈഫ് ആയിരിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. നമ്മളൊന്ന് ബാക്കൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരാൻ ലക്ഷക്കണക്കിന് ആളുകളാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റേതായ രീതിയിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ വീക്ക്ലി എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രഷർ അങ്ങനെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക്ലി എക്സാം പോലും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേ നിങ്ങൾ എന്താ ഇങ്ങനെ അങ്ങ് വീക്കാവുന്നത്? നമുക്കവിടെ പിടിച്ചു നിന്നല്ലേ പറ്റത്തുള്ളടാ. നിങ്ങളൊരു വലിയ ലക്ഷ്യമായിട്ട് വന്നതാണ്. വലിയ ലക്ഷ്യത്തിന് പുറമേ 2 ലക്ഷത്തോളം ഫീസ് അടച്ചിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഫീസ് അടച്ചാൽ നമ്മുടെ പേരൻസിനോടെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേടാ. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിക്കുക കേട്ടോ, പരമാവധി ഇങ്ങനെ ശ്രമിക്കുക. നമ്മൾ ഇപ്പോഴേ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റുമോ? ഇപ്പോഴേ നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നങ്ങ് തീരുമാനിക്കരുത്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അതില്ല. നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുവാണ്, ഇനിയിപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് പറ്റുന്നില്ല, ഹോസ്റ്റലിൽ തീരെ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ 2 ഓപ്ഷൻ, ഒന്നുകിലും നിർത്തിയിട്ട് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ സ്കോളറായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കൊല്ലമല്ല എവിടെയാണെങ്കിലും ഡേ സ്കോളറായിട്ട് പോയി വരിക. അതും അല്ലെങ്കിൽ എന്താ അതിനടുത്ത്, അതായത് ക്യാമ്പസിനടുത്ത് ഒരു വീടെടുത്ത് നിങ്ങളുടെ പേരൻറ്റുമായിട്ട് എങ്ങനെ നിൽക്കുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ അഹങ്കാരം വരാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. അതാണ് അഹങ്കാരം. കുറച്ചൊക്കെ അഹങ്കാരം ഇല്ലേടാ. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഹങ്കാരം തന്നെയല്ലേ. മനസ്സിലായോ? ഞാനൊരു ചേച്ചിയുടെ രീതിയിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളവിടെ പരമാവധി നമ്മളിവിടെ സർവൈവ് ചെയ്യാൻ നോക്കടാ. നിങ്ങളൊന്ന് ശ്രമിക്കുക, ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഒരാഴ്ചയെങ്കിലും നമ്മളൊന്ന് നോക്കിയാലല്ലേ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. ചെന്നതിൻ്റെ 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരാഴ്ചയെങ്കിലും ഇവിടെ നിന്ന് തറപ്പിച്ച് നിൽക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഓപ്ഷനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും വേണ്ടാന്ന് വയ്ക്കുക. അത് വേണ്ട. നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയൊക്കെ ദൂരമാണെങ്കിൽ ഡേ സ്കോളറായിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു വീടെടുത്ത് പേരൻറ്റുമായിട്ട് നിൽക്കാം. അതും അല്ലെങ്കിൽ ഓൺലൈൻ ആവാം. ഓൺലൈൻ ആയിരിക്കും റിലേറ്റീവ്ലി ഇത്തിരി കൂടെ ഒരു ടാസ്ക് കുറഞ്ഞൊരു പരിപാടി എന്ന് പറയുന്നത്. നമുക്കതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് തിരിച്ച് പോകണം, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നവർക്ക് കൂടുതലും ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു പ്രഷറാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ, ഞാൻ അന്നേരം പറഞ്ഞതാണ്, ഇങ്ങനെ ഉള്ളവർക്ക് ഓൺലൈനാണ് നല്ലത്. പിന്നെ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊന്ന് ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ബാക്കിയുള്ളവർ പഠിക്കുന്നത് കാണുമ്പോൾ ഉള്ള പ്രഷറും. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് ശീലിച്ചവരാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ടെൻഷൻ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇത്തിരി പണിയാണ്, ബാക്കിയുള്ളവർ പഠിക്കുന്നത് കാണുമ്പോൾ ടെൻഷൻ കയറും. ഇതിനെക്കാളുള്ള ടെൻഷനാണ് ഇനി വരാൻ പോകുന്നത്. ബാക്കിയുള്ളവർ പഠിക്കുന്നതല്ലേ ഇപ്പോൾ കാണുന്നുള്ളൂ. വലിയത് ബാക്കിയുള്ളവർ മാർക്ക് മേടിക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, ആ ഒരു ലെവലിലും കൂടെ ടെൻഷൻ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്തിരി കാമായിട്ട് ഒരു 1-2 ആഴ്ച പിടിച്ച് നിൽക്കുക. എന്തായാലും ഇത് 1 വർഷമുണ്ട്. ഇപ്പോൾ 1-2 ആഴ്ച പോയി എന്ന് പറഞ്ഞിട്ട് വലിയ നഷ്ടമൊന്നും വരത്തില്ല. ഇത് നമ്മുടെ തുടക്കമാണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 1-2 ആഴ്ച പിടിച്ച് നിൽക്കുക. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആവുക. ഇപ്പോൾ ഏത് കോച്ചിങ് സെൻറ്ററിലാണെങ്കിലും നിങ്ങൾ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്തിട്ട് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ ബാക്കി എമൗണ്ട് റീഫണ്ടൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ സീനൊന്നുമില്ല. എന്നാലും നമ്മൾ നമ്മുടെ പരമാവധി കഴിവിൻ്റെ പരമാവധി ഒന്ന് ശ്രമിക്കണം. കാരണം ഇപ്പോൾ ഓൺലൈനായിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്, വീട്ടിലൊരു പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ല, വീട്ടിൽ കസിൻസ് വരുന്നുണ്ട്, വീട്ടിൽ
റിലേറ്റീവ്സ് വരുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് പോകേണ്ടി വരുന്നുണ്ട്, അപ്പോൾ വീണ്ടും ഓഫ്ലൈൻ ആവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും കളിക്കാനുള്ളൊരു സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ വയസ്സായിട്ട് ചിന്തിക്കുക. അതായത് ഒരാഴ്ച നമുക്ക് 2 ആഴ്ച ഓഫ്ലൈനിൽ ഇരുന്നിട്ട് തീരെ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈനിലേക്ക് മാറുക. കാരണം ഓൺലൈനിലാവുമ്പോഴും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടടാ. ഒന്നാമത്തെ ഒരു പ്രശ്നം ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിലിപ്പോൾ കസിൻസ് വരും, റിലേറ്റീവ്സ് വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരെ ഒന്ന് ചെന്ന് ഇതാക്കേണ്ടി വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ വീടിനടുത്തൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിന് പോകേണ്ടി വരും. അതൊക്കെ ചെറിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. പിന്നെ വേറെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ ടെൻഷനാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ പേരൻസ് ഇപ്പം നമ്മൾ ആ ഒരു വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവരെയും മിസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു റൂമിലിരുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സംസാരം നടന്നാലോ, എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് കൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വീട്ടിൽ നടന്നാലോ നമുക്ക് അതിനകത്തൊന്നും ഇൻവോൾവ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു വേറൊരു ലെവലിലൊരു പ്രഷറും വിഷമവും ഒക്കെ ആയിരിക്കും. പിന്നെ എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഞാനെല്ലാം കവർ ചെയ്ത് ഇന്നെന്തായാലും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെല്ലാം ഞാൻ പഠിച്ച് അത്രയും മതി എന്നിട്ട് തോന്നല് വരും. ഹോസ്റ്റലാകുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളവരെ പഠിക്കുന്ന കാണുവാണ്. ഇപ്പോഴത്തെ ആൾ നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾ 5 മണിക്കൂർ പഠിക്കും, മറ്റേ ആൾ 10 മണിക്കൂർ പഠിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബോധ്യം വരും, ഇത്ര ഒന്നും പഠിച്ചാൽ പോലും ഇവരൊക്കെ ഇത്രയും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരിത് വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഗുണമായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടാണ്, നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇപ്പോൾ ബ്രില്യൻറ്റിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ അലൗഡ് അല്ല. അവിടെ ആകെ കസ്റ്റമൈസ്ഡ് ടാബ് മാത്രമേ അലൗഡ് ഉള്ളൂ. ബ്രില്യൻറ്റിലെന്നല്ല, ഇനിയിപ്പോൾ ഏത് കോച്ചിങ് സെൻറ്ററിലാണെങ്കിലും അവിടെ നിന്ന് ഫോൺ അലൗഡ് ആയിരിക്കത്തില്ലല്ലോടാ. അപ്പോൾ നമുക്ക് അവിടുത്തെ ക്ലാസ്സസ് മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ഇൻ കേസ് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ക്ലാസ്സസ് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് കാണണമെങ്കിൽ അങ്ങനെ കാണാം. അതിൻ്റേതായ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ളത് മാത്രമല്ലല്ലോ കാണുന്നത്. നമ്മളെന്ന് പറഞ്ഞ ടീനേജേഴ്സ് അല്ലേടാ. അതിനകത്തേക്കും കൂടുതലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസും അങ്ങനെയൊക്കെ കാണാനുള്ളൊരു ടെൻഡൻസി കാണും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് പുറമെ അങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയില്ല ചേച്ചി ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്. ഈ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പരമാവധി പിടിച്ച് നിൽക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തെ ഒരു ജേണി അല്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ലോങ് ടേം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉഴപ്പി പോകാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്കും ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചേഴ്സിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കൂടെ ചാൻസസ് കൂടുതലാണ്. ഡൗട്ട് ക്ലിയറൻസ് ഇപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേരായിട്ടാണെങ്കിലും ഒക്കെ ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈൻ ആണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ചേച്ചി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസിനെ പറ്റി പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോമളി മാമിൻ്റെ ക്ലാസ്സാണ്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ലിങ്ക് വേണേൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ഫിസിക്സ് വാല നല്ലതാണ്, കെമിസ്ട്രിയും ഫിസിക്സ് വാല നല്ലതാണ്. അപ്പം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് MDG നല്ല ബുക്കാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതാകുമ്പം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ നീറ്റിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലെ അതായത് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നമുക്ക് പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും പരമാവധി നിങ്ങൾ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ബ്രില്യൻറ്റിലൊക്കെ പോകുന്നവർ, പിന്നെ കുറച്ച് പേര് ഈ ഔട്ടൊക്കെ ചേച്ചി ഫുൾ ഔട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. കുറച്ച് ഔട്ടൊക്കെ നമുക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലങ്ങ് ഇപ്പം നിങ്ങളിപ്പം ചിലപ്പോൾ അവർ ചില ടീച്ചേഴ്സ് BSc സുവോളജി അല്ലെങ്കിൽ BSc ബോട്ടണി എടുത്ത് നിങ്ങൾ വരുക എന്നുള്ള ലെവലിൽ പഠിപ്പിക്കും. അത്ര ഔട്ടൊന്നും വേണ്ട. നമുക്ക് കേട്ടാൽ തന്നെ തോന്നുമല്ലോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ NCERT ടെക്സ്റ്റ് വായിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് സോൾവ് ചെയ്യുക. എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളൊക്കെ ഔട്ട് കുറച്ച് വേണം എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കുക. അല്ലാതെ എന്നുവെച്ചാൽ നിങ്ങളിപ്പം നന്നായിട്ട് NCERT ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ NCERTയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി അങ്ങ് ഔട്ട് വേണ്ട. എന്നാലും ചില കാര്യങ്ങളൊക്കെ ചിലപ്പം വെളിയിൽ നിന്ന് ഒത്തിരി കണക്ഷനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നതിന് ഇപ്പം ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ടെക്സ്റ്റ് വായിക്കുക, അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ നല്ലതാണടാ. കാരണം നമ്മളിപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പം 5-10 വട്ടം വായിച്ചാലും ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ ഉടക്കാത്ത കാര്യം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് അയ്യോ ഇവിടുന്ന് ചോദിച്ചോ എന്ന് തോന്നുമ്പം കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുക. അപ്പോൾ എന്തായാലും പരമാവധി പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോഴേ വയ്യ എന്നും പറയരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ഇനി ഓഫ്ലൈനാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ളൊരു സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ചേച്ചി എന്നുള്ളൊരു സ്വാതന്ത്ര്യം എടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞതൊക്കെ വേറൊരു രീതിയിൽ നിങ്ങൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ എൻ്റെ അനിയത്തിമാരല്ലെങ്കിൽ അനിയന്മാരെന്നുള്ള രീതിയിലാണ് ആ ഒരു സ്വാതന്ത്ര്യം എടുത്ത് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാടാ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ചോദിക്കാം കേട്ടോ. ശരിയാടാ.